ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉപ്പ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അതിന് മുന്നേ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത്, ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് തേയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ തേയില ഇട്ട ഈ ഒരു വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, നമുക്ക് ഈ തണുപ്പ് കാലമാണല്ലോ, ഇപ്പം മഴക്കാണല്ലോ. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന ഈ തൊണ്ടവേദനയൊക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇട്ടത്. ഈ ചായയിൽ, കട്ടൻ ചായയിൽ ഇതേ രീതിയിൽ നമ്മൾ കല്ലുപ്പിട്ടിട്ട് വായ പിടിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേദനയും, അതേപോലെ നമ്മൾ രാവിലെ എന്നും എണീറ്റാൽ ഇതേ രീതിയിൽ ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടവേദനയൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് ഇന്ന് എടുക്കുന്നില്ല നാളെ മറ്റന്നാളൊക്കെ എടുക്കാമെന്ന് വെച്ച് നമ്മൾ ഇതേപോലെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തേങ്ങൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമൊക്കെ ഒരു കോട്ടൺ വെച്ചിട്ട് തുടച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങാമുറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഉപ്പ് തേച്ച് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാമുറി കേടാവാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലോ കാലിലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും വീണിട്ടുള്ള ആ നീർക്കെട്ടുണ്ടല്ലോ, നീർക്കെട്ട് പെട്ടെന്ന് വരാതിരിക്കാനുള്ളൊരു ടിപ്പാട്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കല്ല് കൊണ്ടിട്ടോ അതേപോലെ തേങ്ങ വീണിട്ടൊക്കെ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വീർത്ത് പൊങ്ങി വരുമല്ലോ, അപ്പോൾ അവിടെ നീര് കെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ആ നീര് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എവിടെയാണോ നമുക്ക് വീണിട്ടുള്ളത്, വീണ ഭാഗം, ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേ രീതിയിൽ കല്ലുപ്പ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ വേദന ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് ഇതേ രീതിയിൽ കല്ലുപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നീർക്കെട്ട് വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇതാ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു സൊല്യൂഷന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ബേക്കിംഗ് സോഡയും അതേപോലെ കല്ലുപ്പും അതിൽ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ടോയ്ലറ്റിൽ ഇതേ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഇതേ രീതിയിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് ഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടോയ്ലറ്റ് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. നമ്മളിതിൽ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം എന്ത് അണുക്കളുണ്ടെങ്കിലും അത് ചത്തുപോകാനും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എല്ലാ വീട്ടമ്മമാരുടെയും ഒരു തലവേദന പിടിച്ച ഒരു കേസ് തന്നെയാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തൊടുകയും വേണ്ട, മാത്രമല്ല നമുക്ക് കൈകൊണ്ട് ഉരച്ചിട്ടൊന്നും കൈ വേദനിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചളി പിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിതാ ഇവിടെ ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജാമോ അല്ലെങ്കിൽ നമ്മളിതേപോലെ ബട്ടറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് കല്ലുപ്പ് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു
പാത്രത്തിൻ്റെ അടപ്പിൽ ഇതേ രീതിയിലൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടപ്പിൽ ഇതേപോലെ കുറേ ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാത്രം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പും കംഫർട്ടും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതൊന്ന് കൊണ്ടുപോയി വെക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത്. ഈ ഉപ്പിലിങ്ങനെ ഈ കംഫർട്ട് ഒഴിച്ചത് കാരണം അതിങ്ങനെ അലിഞ്ഞ് ആ ഒരു സ്മെല്ല് നമുക്ക് കുറേ കാലം അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതിൽ സ്മെല്ല് പോയി എന്ന് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചാലും മതി കേട്ടോ. ബാത്റൂമിലായാലും അതേപോലെ റൂമിൽ ജനലിൻ്റെ ബാക്ക് സൈഡിൽ കർട്ടൻ്റെ ബാക്കിലൊക്കെ ഇത് ചെറിയ പാത്രത്തിൽ ഇതേ രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ രാത്രിയിൽ കിച്ചണിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ സ്ക്രബ്ബർ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ടുള്ള ടിപ്പാണിത്. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ചുടുവെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാത്രം തേക്കുന്ന ആ ഒരു സ്ക്രബ്ബർ ഇതേ രീതിയിലൊന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഒന്ന് മുക്കി വെച്ചിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേ രീതിയിൽ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇതേപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിലുള്ള എല്ലാ അണുക്കളും ബാക്ടീരിയാസൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറാണല്ലോ, തേച്ചൊരച്ച് കൊടുക്കുന്ന സ്ക്രബ്ബറാണല്ലോ അത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിലൊന്ന് സ്ക്രബ്ബറൊന്ന് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ടീരിയാസും ആ ഒരു സ്ക്രബ്ബറിൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. സ്ക്രബ്ബറിലുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി ഇടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ടിപ്പും ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ ടൈല് ബാത്റൂമിലെ വാൾ ടൈലും അതേപോലെ ഈ ഒരു കിച്ചണിലെ ടൈലൊക്കെ നന്നായിട്ട് തന്നെ പൊടി കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കിച്ചണിലെ ടൈൽ എന്തായാലും ഇതേ രീതിയിൽ അതിൽ അഴുക്കൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഫോയിൽ പേപ്പർ എടുക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഫോയിൽ പേപ്പർ ആയാലും ഈ ഒരു ടിപ്പിന് എടുക്കാവുന്നതാണ് കേട്ടോ. ഫോയിൽ പേപ്പർ ഇതേപോലെ ഞാൻ കുറച്ച് ചുരുട്ടി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേപ്പറിലോട്ടേക്ക് കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വോൾട്ടയിൽ ഇതേ രീതിയിലൊന്ന് ഉരച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെയും അതേപോലെ ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെയും ഈ ഒരു ഉച്ചം കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വോൾട്ടയിലൊക്കെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഡിഷ് വാഷോ സോപ്പും പൊടി ഒന്നും ഇതിന് ആവശ്യമായിട്ടില്ല കേട്ടോ. ഈ ഒരു ഉപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വോൾട്ടയിലൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടൈലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ആ ഒരു ടൈലിലുള്ള ചെളിയും അഴുക്കും മെഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ക്ലീനാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതൊരു തുണി കൊണ്ടിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഒരു മെഴുകുതിരിയാണ് ഞാനിവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെഴുകുതിരിയിലേക്ക് 2 കല്ല് ഉപ്പ് ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മെഴുകുതിരി പെട്ടെന്ന് തന്നെ കത്തി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതേ രീതിയിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരി പെട്ടെന്ന് കത്തി തീരില്ല, സാവകാശം കത്തുള്ളൂ കേട്ടോ നമ്മുടെ ഈ മെഴുകുതിരി. അതിനാണ് നമ്മൾ ഇതേ രീതിയിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മെഴുകുതിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. കത്തുന്ന മെഴുകുതിരിയിലേക്ക് ഇതേ രീതിയിൽ 2 കല്ല് ഉപ്പിട്ട് കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് 2 ദിവസമൊക്കെ കിട്ടുന്ന മെഴുകുതിരി നമുക്ക് 3-4 ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. അതേപോലെ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ നമ്മൾ ഇറച്ചിയും മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും നമ്മുടെ കൈക്കൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ കയ്യിൽ ഉണ്ടാവും, മുഴുവനായിട്ട് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് 2 കൈയിലും ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക 2 കൈയും. അങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും ചെയ്യും കേട്ടോ സ്കിന്നിൽ.
നമ്മുടെ കയ്യിൽ എന്തൊരു കറ ഉണ്ടെങ്കിലും ആ കറകളൊക്കെ പോയി കിട്ടാനും പറ്റും ഇതേ രീതിയിൽ ഉപ്പ് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ടിപ്പെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉപ്പ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ ഇതിലെന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.